ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തേത് ഒരു ഈസി റെസിപ്പിയാണ്. സോയാബീൻ വെച്ചിട്ട് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. തിരക്കേറിയ ദിവസങ്ങളിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. എന്തായാലും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ആവശ്യമായ സാധനങ്ങൾ: സോയാബീൻ 1 കപ്പ്, ഉള്ളി 3 എണ്ണം, തക്കാളി 2 എണ്ണം, പച്ചമുളക് 3 എണ്ണം, വെളുത്തുള്ളി 6-7 അല്ലി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില, മല്ലിയില, വെളിച്ചെണ്ണ 3 to 4 ടേബിൾ സ്പൂൺ, പട്ട, ഗ്രാമ്പൂ, ജീരകം, ഉലുവ ആവശ്യത്തിന്. ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ജീരകം, ഉലുവ ഇത്ര ഐറ്റംസ് അല്പം ഇട്ടെടുത്തിട്ടുണ്ട്. ശേഷം ഒരു 3 വലിയ ഉള്ളി, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 7-8 വെളുത്തുള്ളി അല്ലി, വലിയ 2 തക്കാളി, ഇത്രയും ഐറ്റംസ് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, തക്കാളി ഉള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് അരിഞ്ഞു കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, സെറ്റാണ്. നമ്മളെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഒരു പാത്രം ചൂടാവാൻ വെച്ചിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം നമ്മൾ ഈ അരച്ച അരപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എണ്ണയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് വഴന്നു വരണം. നമ്മളൊന്നും വേവിക്കാണ്ട് അരച്ചെടുത്തതാണ്. എല്ലാം പച്ചക്കയാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ച ചുവ മാറുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. 1 by 1 ആയിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് മാക്സിമം നിങ്ങളിതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ അതേ കണ്ടില്ലേ, ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ഈ എണ്ണയൊന്ന് തെളിഞ്ഞ് വരും. ആ സമയം വരെയും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഓക്കെ, നന്നായി വാടി വന്ന ഈ കൂട്ടിലേക്ക് ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മൂത്ത ശേഷം ഇതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കുകയാണ്. സോയാബീൻ മുന്നേ വേവിച്ച് വെച്ച് അതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് മാറ്റി വെച്ചതാണ്. ഇനി ഈ സോയാബീനെ ഈ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെന്ത സോയാബീൻ ആണെങ്കിൽ കൂടി ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആകാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരല്പം ചൂടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇത് വെന്ത് വരാനുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കറി കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ, ഇനി ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സെറ്റായി വരാനുണ്ട്. അപ്പോൾ ഓക്കെ, ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതിന് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയിലയും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈസി അല്ലേ? അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സോയാബീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, യുവർ കമൻറ്റ്സ് ആർ വാല്യുബിൾ. സോ പ്ലീസ് താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളത് അറിയിച്ചേക്കണം. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ.